പൂരുരുട്ടാതി നാളുകാർക്ക് 2024 പൊതുവെ അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് കർമ്മരംഗത്ത് അനുകൂലമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് പ്രതീക്ഷിക്കാം. ഇതുവരെ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാനൊരു അവസരമുണ്ടാകും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും. വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, സാമ്പത്തിക വരുമാനം വർദ്ധിക്കുക, കൂടുതൽ തൃപ്തികരമായ സൗകര്യങ്ങൾ ലഭിക്കുക, ദീർഘനാളായി ആഗ്രഹിക്കുന്ന നല്ല വാസസ്ഥലം ലഭിക്കുക, ഇങ്ങനെ പല ഗുണങ്ങളും കൈവരുന്നതിന് സാധ്യതയുണ്ട്. കുട്ടികൾക്ക് പഠനകാര്യത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ അവസരമുണ്ടാകും. കച്ചവടക്കാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും. കൂടുതൽ കസ്റ്റമർമാരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കച്ചവടങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് അവസരമുണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കാൻ ഇടവരും. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചേക്കാം. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടപ്പിലാക്കുന്നതിന് സന്ദർഭമുണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ വ്യക്തിപരമായ കൂടുതൽ സൂക്ഷ്മ വിവരങ്ങൾ അറിയുന്നതിന് രാശിചിന്ത ചെയ്ത് വേണ്ട പരിഹാര നടപടികളോടുകൂടി മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.